വെൽക്കം ടു എജുവേൾഡ്. സോ നമ്മൾ പേഴ്സണാലിറ്റിയിലെ തേർഡ് പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് 1-ലെ തേർഡ് സെഷനാണ്. സോ ഇതിൽ നമ്മൾ ഹാരി സ്റ്റാക്ക് സുലിവൻ്റെ പേഴ്സണാലിറ്റി തിയറിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഹാരി സ്റ്റാക്ക് സുലിവൻ്റെ തിയറിയെ ഇൻ്റർപേഴ്സണൽ തിയറി ഓഫ് സൈക്യാട്രി. സോ ഇദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റിയെക്കുറിച്ചുള്ള ഡെഫിനിഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇറ്റ്സ് എ റിലേറ്റീവ്ലി എൻഡ്യൂറിംഗ് പാറ്റേൺ ഓഫ് റിക്കറൻറ്റ് ഇൻ്റർപേഴ്സണൽ സിറ്റുവേഷൻസ് വിച്ച് ക്യാരക്ടറൈസ് എ ഹ്യൂമൻ ലൈഫ്. So hypothetical entity that cannot be isolated from interpersonal situation and interpersonal behavior is all that can be observed as personality. So ഇത് ഹാരി സ്റ്റാക്ക് സുലിവൻ്റെ അകത്ത് മെയിനായിട്ട് പറയുന്ന കാര്യം ഇൻ്റർപേഴ്സണൽ. സോ ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് അത് ഒരു വ്യക്തിയെ മാത്രം ചുറ്റിപ്പറ്റിയുള്ളതല്ല. സോ അതെന്ന് പറയുന്നത് ഇൻ്റർപേഴ്സണൽ സിറ്റുവേഷനും ഇൻ്റർപേഴ്സണൽ മറ്റുള്ളവരുമായിട്ടുള്ള ഇടപഴകലും അവിടെ നിന്നുള്ള സിറ്റുവേഷൻസും അതുപോലെ തന്നെ മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്നതിൽ നിന്ന് കിട്ടുന്ന ബിഹേവിയറുമാണ് ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി എന്നാണ് ഇദ്ദേഹത്തിൻ്റെ തിയറിയിലൂടെ പറയുന്നത്. യൂണിറ്റ് ഓഫ് സ്റ്റഡി ഇസ് ദ ഇൻ്റർപേഴ്സണൽ സിറ്റുവേഷൻ ആൻഡ് നോട്ട് ദ പേഴ്സൺ. സോ ഇവിടുത്തെ പഠന വിഷയമെന്ന് പറയുന്നത് അല്ലെങ്കിൽ യൂണിറ്റ് ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത് ഇൻ്റർപേഴ്സണൽ സിറ്റുവേഷനാണ്. സോ അതല്ലാതെ ഒരു പേഴ്സണെ എടുത്ത് നോക്കിയിട്ടല്ല പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടുമായിട്ട് അല്ലെങ്കിൽ ഇൻ്റർപേഴ്സണൽ സിറ്റുവേഷനെ അനലൈസ് ചെയ്തുകൊണ്ടാണ് ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. Perceiving, remembering, thinking, imagining and all other psychological processes are interpersonal in character. സോ ഓരോ വ്യക്തികളുടെയും പെർസെപ്ഷൻ ആണെങ്കിലും റിമെമ്പറിങ് ആണെങ്കിലും തിങ്കിങ് ആണെങ്കിലും എല്ലാത്തിനെയും എന്ത് ചെയ്യുന്നുണ്ട്, ഇൻ്റർപേഴ്സണൽ ക്യാരക്ടേഴ്സ്. സോ മറ്റുള്ളവരുടെ വീക്ഷണങ്ങളിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ നിന്നുമൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, സൈക്കോളജിക്കൽ പ്രോസസ്സ് ആണെങ്കിലും അതെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി കാര്യങ്ങളെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ടെന്നാണ് ഇതിൽ പറയുന്നത്. ഈവൻ നക്ടേണൽ ഡ്രീംസ് ആർ ഇൻ്റർപേഴ്സണൽ. സോ നമ്മൾ രാത്രികാലങ്ങളിൽ കാണുന്ന ഡ്രീംസിന് വരെ ഇൻ്റർപേഴ്സണൽ മറ്റു വ്യക്തികളുമായിട്ട് കണക്ഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. യൂഷ്വലി റിഫ്ലക്ട് ദ ഡ്രീമേഴ്സ് റിലേഷൻഷിപ്പ് വിത്ത് അതർ പീപ്പിൾ. സോ ഈ നക്ടേണൽ രാത്രി കാണപ്പെടുന്ന സ്വപ്നങ്ങളെന്ന് പറയുന്നത് അതിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത് ആ ഡ്രീം കാണുന്ന വ്യക്തിയുടെ റിലേഷൻഷിപ്പ് മറ്റു വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചെന്നാണ് പറയുന്നത്. സോ നമ്മൾ കാണുന്ന ഡ്രീംസ് എന്ന് പറയുന്നത് ആ കാണുന്ന വ്യക്തിയും അദ്ദേഹത്തിൻ്റെ ചുറ്റുപറ്റിയുള്ള റിലേഷൻഷിപ്പിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഡ്രീംസ് ആണ് കാണുന്നതെന്നാണ് പറയുന്നത്. സോ അപ്പം ഒരു വ്യക്തി എന്ന് പറയുന്ന അദ്ദേഹത്തിന് മാത്രം എടുത്തിട്ട് കാര്യമില്ല. അവിടെ ഇൻ്റർപേഴ്സണൽ മറ്റു വ്യക്തികളുമായിട്ട് ചേരുമ്പോഴുണ്ടാകുന്ന അല്ലെങ്കിൽ മറ്റ് പേഴ്സൺസിൻ്റെ ക്യാരക്ടർ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു വ്യക്തിയെ അവരുടെ ചിന്തയിലാണെങ്കിൽ അല്ലെങ്കിൽ ഇമാജിനിങ്ങിലാണെങ്കിൽ ഓർമ്മയിലാണെങ്കിലും ഇതെല്ലാം സ്വാധീനിക്കുന്നുണ്ട്. Did not deny the importance of heredity and maturation in forming and shaping the organism. സോ അതുപോലെ തന്നെ ഹെറിഡിറ്റി ആൻഡ് മെച്ചുറേഷൻ്റെ ഇമ്പോർട്ടൻസ് ഈ ഒരു കാര്യത്തിൽ ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി ഷേപ്പ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഒരു ഓർഗാനിസത്തിൻ്റെ ഫോമിങ് അല്ലെങ്കിൽ ഷേപ്പിംഗ് ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റി ഫോമിങ്ങിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഹെറിഡിറ്റിക്കും പാരമ്പര്യത്തിനും മെച്ചുറേഷൻ വിച്ച് ഇസ് ഡിസ്റ്റിങ്ക്ലി ഹ്യൂമൻ ഇസ് ദ പ്രോഡക്റ്റ് ഓഫ് സോഷ്യൽ ഇൻ്ററാക്ഷൻ. സോ ഹ്യൂമൻസ് എന്ന് പറയുന്നത് എന്താണ്, സോഷ്യൽ ഇൻ്ററാക്ഷൻസിൻ്റെ ബൈ പ്രോഡക്റ്റാണ്. അല്ലേ, നമുക്ക് പല കാര്യങ്ങളും എന്താണ് നമുക്ക് പെർസീവ് ചെയ്യുന്നത് ഇൻ്ററാക്ഷൻസിലൂടെയാണ്. മറ്റുള്ളവർ കണ്ടായിരിക്കും ചില ബിഹേവിയർ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ബിഹേവിയർ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, അക്സെപ്റ്റ് ചെയ്യും. സോ ഇപ്പോൾ പല കാര്യങ്ങളും നമ്മൾ സോഷ്യൽ ഇൻ്ററാക്ഷൻസിലൂടെ അല്ലെങ്കിൽ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിലൂടെയാണ് കാര്യങ്ങൾ എത്തുന്നത്. സോ ഇതെല്ലാം ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. The organization consists of interpersonal events rather than intra-psychic ones. സോ ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി ഓർഗനൈസേഷൻ എന്ന് പറയുമ്പം അവിടെ ഇൻ്റർപേഴ്സണൽ ഇവൻറ്റ്സ് ആണ്, മറ്റുള്ള വ്യക്തികളുമായിട്ട് നടക്കുന്ന ഇവൻറ്റുകളെ ബേസ് ചെയ്തിട്ടാണ്. അതല്ലാതെ ഒരു വ്യക്തിയുടെ ഇൻട്രാ-സൈക്കിക് വൺ അല്ല, ഒരു വ്യക്തിയുടെ മനസ്സിലെ കാര്യങ്ങൾ ചേരുന്നതല്ല ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി എന്നാണ് ഈ ഒരു സുലിവൻ്റെ തിയറിയിൽ പറയുന്നത്. Personality only manifests itself when the person is behaving in relation to one or more other individuals. സോ ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിയിൽ പ്രകടമാകുന്നത് അതെന്ന് പറയുന്നത് ആ വ്യക്തി മറ്റുള്ളവരുമായിട്ട് റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ബിഹേവ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റ് ഇൻഡിവിജ്വൽസുമായിട്ട് ബിഹേവ് ചെയ്യുന്ന സമയത്ത് പ്രകടമാകുന്ന കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി തിയറി ഓഫ് പേഴ്സണാലിറ്റി സുലിവൻ്റെ ഇതിൽ പറയുന്നത് ഡൈനാമിക് സെൻറ്റർ ഓഫ് വേരിയസ് പ്രോസസ്സസ് ദാറ്റ് ഒക്കർ ഇൻ എ സീരീസ് ഓഫ് ഇൻ്റർപേഴ്സണൽ ഫീൽഡ്. സോ ഒരുപാട് ഡൈനാമിക്സ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഇൻ്റർപേഴ്സണൽ ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് പ്രോസസ്സിൽ അല്ലെങ്കിൽ സീരീസിലൂടെയാണ് ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് നടക്കുന്നതെന്നാണ് പറയുന്നത്. സോ ആ പ്രോസസ്സുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഡൈനാമിസം,
പേഴ്സോണിഫിക്കേഷൻസ് കോഗ്നിറ്റീവ് പ്രോസസ്സ്. സോ പേഴ്സോണിഫിക്കേഷൻസ് എന്ന് പറയുന്നത് സുള്ളിവാൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ആണ്. സോ ഡൈനാമിസം എന്ന് പറയുന്നത് റിലേറ്റീവ്ലി എൻഡ്യൂറിംഗ് പാറ്റേൺ ഓഫ് എനർജി ട്രാൻസ്ഫോർമേഷൻ വിച്ച് കറൻ്റ്ലി ക്യാരക്ടറൈസ് ദ ഓർഗാനിസം ഇൻ ഇറ്റ്സ് ഡ്യൂറേഷൻ ആസ് എ ലിവിങ് ഓർഗാനിസം. സോ ഒരു ഓർഗാനിസത്തിലെ എനർജി ട്രാൻസ്ഫോർമേഷൻ പാറ്റേൺ നടക്കുന്നത് സോ അത് ഏത് കാലഘട്ടത്തിലാണ്, അത് ജീവിച്ചിരിക്കുന്ന കാലഘട്ടങ്ങളിലാണ്. ഇറ്റ്സ് ഡ്യൂറേഷൻ ആസ് എ ലിവിങ് ഓർഗാനിസം, ജീവനോടെ ഇരിക്കുന്ന കാലഘട്ടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ എൻഡ്യൂറിംഗ് ആയിട്ടുള്ള പാറ്റേണിലുള്ള എനർജി ട്രാൻസ്ഫോർമേഷൻസ് ഒരു വ്യക്തിയിൽ നടക്കുന്നത്. ആൻഡ് എനർജി ട്രാൻസ്ഫോർമേഷൻ ഇസ് എനി ഫോം ഓഫ് ബിഹേവിയർ. ഈ എനർജി ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് അത് ഏത് തരത്തിലുള്ള ഒരു ബിഹേവിയറും ആകാം. സോ അതിനെ നമുക്ക് ഒവേർട്ട് അല്ലെങ്കിൽ പബ്ലിക് എന്ന് പറയും, പുറമേ കാണുന്നവയാവാം, അതല്ലെങ്കിൽ കവേർട്ട് അല്ലെങ്കിൽ പുറമേ കാണാൻ പറ്റാത്ത പ്രൈവറ്റ് ആയിട്ടുള്ള ബിഹേവിയേഴ്സും ആകാം. Distinctly human in character are those that characterize one's interpersonal relations. സോ ഹ്യൂമൻ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തായിട്ട് ഇരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതെന്താണ്, ഡൈനാമിക് ഇൻ നേച്ചർ ആയിരിക്കും. ഓരോ വ്യക്തികൾ ഇൻ്റർപേഴ്സണൽ റിലേഷൻ നടക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കത്തില്ല ഓരോരുത്തരിൽ. സോ അതുകൊണ്ട് അവരുടെ ഇൻ്റർപേഴ്സണൽ റിലേഷനാണ് അവരുടെ ക്യാരക്ടറിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്പെൻഡ് ചെയ്യുന്നത്. എനി ഹാബിച്വൽ റിയാക്ഷൻ ടുവേർഡ്സ് വൺ ഓർ മോർ പേഴ്സൺ വെദർ ദ ഫോം ഓഫ് ഫീലിംഗ് ആൻഡ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ആൻ ഓവേർട്ട് ആക്ഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് എ ഡൈനാമിസം. സോ ഒരു ഹാബിച്വൽ റിയാക്ഷൻ ഒരാളോടോ അല്ലെങ്കിൽ ഒന്നിലധികം ആളോടോ ഉള്ള ആ ഒരു റിയാക്ഷൻ, ഹാബിച്വൽ റിയാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായാലും അത് മാറിക്കൊണ്ടിരിക്കും അല്ലേ. ചിലപ്പോൾ ആറ്റിറ്റ്യൂഡ് മാറാം, ഫീലിംഗ് മാറാം, ഓവേർട്ട് ആക്ഷൻസ് മാറാം. സോ ഇതെല്ലാം എന്തിന് കാരണമാകുന്നുണ്ട്, ഡൈനാമിസത്തിന് കാരണമാകുന്നുണ്ട്. സം ബേസിക് ഡൈനാമിസം മോഡ് ഓഫ് എക്സ്പ്രഷൻ ഓഫ് ഡൈനാമിസം varies in accordance with the situation and the life experience. സോ ഡൈനാമിസം അതിൻ്റെ എക്സ്പ്രഷൻസ് എന്ത് ചെയ്യാം, സിറ്റുവേഷൻ അനുസരിച്ച് അല്ലെങ്കിൽ ലൈഫ് എക്സ്പീരിയൻസ് അനുസരിച്ച് അത് മാറാറുണ്ട് അല്ലേ. എല്ലാവർക്കും ഒരുപോലുള്ള ഇൻ്റർപേഴ്സണൽ റിലേഷൻ ആയിരിക്കത്തില്ല. സോ അത് മാറുന്നതിനനുസരിച്ച് അവിടെയുള്ള വ്യക്തികളിൽ വ്യത്യാസം വരുന്നതനുസരിച്ച് ആ പേഴ്സണൽ കിട്ടുന്ന കാര്യങ്ങൾ തമ്മിലും എന്തുണ്ട്, ഡിഫറൻസ് വരും. സോ അതുകൊണ്ട് തന്നെ അത് ഡൈനാമിസമാണ്. സോ ഇനി ഒരു നമ്മൾ ലൈഫ് ലോങ്ങിൽ കാണുന്ന കുറച്ച് കാലഘട്ടങ്ങളിൽ കുറച്ച് ആൾക്കാരെ കാണും. സോ അപ്പോൾ അവരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ക്യാരക്ടർ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. പക്ഷേ ആ സോൺ മാറി ചിലപ്പം കുറച്ച് കാലം കഴിയുമ്പം വേറെ ആൾക്കാരുമായിട്ട് അല്ലെങ്കിൽ വേറെ എൻവയോൺമെൻറ്റുമായിട്ടായിരിക്കും ഇൻട്രാക്ഷൻ വരുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടം വരുമ്പോൾ അവരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിരിക്കും അവിടെ ഫോം ചെയ്യുന്നത്. സോ ഇനി ഡൈനാമിസത്തിന് തന്നെ സെൽഫ് സിസ്റ്റം ഉണ്ട് അല്ലേ. ഡൈനാമിസം ദാറ്റ് ഡെവലപ്പ് ആസ് എ റിസൾട്ട് ഓഫ് ആൻസൈറ്റി. സോ ഇങ്ങനെ ഒരു ഡൈനാമിസം വരുന്നത് എന്തുകൊണ്ടാണ്, ആൻസൈറ്റി, ഉത്കണ്ഠയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ ഡൈനാമിസം സംഭവിക്കുന്നത്. ആൻസൈറ്റി ഇസ് എ പ്രോഡക്റ്റ് ഓഫ് ഇൻ്റർപേഴ്സണൽ റിലേഷൻ ബീയിങ് ട്രാൻസ്മിറ്റഡ് ഒറിജിനലി ഫ്രം ദ മദർ ടു ദ ഇൻഫൻറ്റ് ആൻഡ് ലേറ്റർ ഇൻ ലൈഫ് ബൈ ത്രെറ്റ്സ് ടു വൺസ് സെക്യൂരിറ്റി. ആൻസൈറ്റി എന്ന് പറയുന്നത് പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത് എന്തിൻ്റെയൊക്കെ പ്രോഡക്റ്റാണ്, ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പാണ്. മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് എന്തുണ്ടും, ഉത്കണ്ഠ വരും. സോ അതെനിക്ക് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അവരത് ചെയ്യുന്നു, അങ്ങനെയുള്ള ഒരു ഉത്കണ്ഠയിൽ നിന്ന് എന്ത് സംഭവിക്കും, ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിൽ നിന്നൊരു ആൻസൈറ്റി ഡെവലപ്പ് ചെയ്യാം. സോ ഇത് അമ്മയിൽ നിന്ന് കുഞ്ഞിലോട്ട് പോവാം, കുഞ്ഞിനത് പിന്നെ ലൈഫിൽ അതെന്തായിട്ട് മാറാം, ത്രെട്ടായിട്ട് മാറാം. സോ അതവൻ്റെ സെക്യൂരിറ്റിയെ ബാധിക്കാം. To avoid or minimize actual or potential anxiety, people adopt various type of protective measures. സോ ഈ ഒരു ആൻസൈറ്റി നമ്മൾ റിമൂവ് ചെയ്യാൻ നമ്മൾ നേരത്തെ പറഞ്ഞതിൽ ആൻസൈറ്റി സ്ട്രാറ്റജീസ് കുറേ പറഞ്ഞായിരുന്നു. സോ അപ്പോൾ ഇത് സുള്ളിവൻ്റെ ഇതിലാണെങ്കിൽ ഇത് മിനിമൈസ് ചെയ്യാൻ നമുക്ക് കുറച്ച് പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് ഉപയോഗിക്കാം. ഫ്രൂയിഡിൻ്റെ ആണെങ്കിൽ നമ്മളതിനെ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയും. സോ ഇതിൽ പറയുന്നത് എന്താണ്, പ്രൊട്ടക്റ്റീവ് മെഷേഴ്സാണ് ഡിഫറെൻറ്റ് ടൈപ്സ്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഗുഡ് മീ സെൽഫാണ്. സാങ്ഷൻ സർട്ടൻ ഫോംസ് ഓഫ് ബിഹേവിയർ. സോ ഗുഡ് മീ സെൽഫ്, കുറച്ച് നല്ല ബിഹേവിയേഴ്സിന് എന്ത് ചെയ്യും, സാങ്ഷൻ, നല്ല ബിഹേവിയേഴ്സ് ഏതാണ്, എൻ്റെ ഉള്ളിലെ നല്ല ക്യാരക്ടേഴ്സ് ഏതാണ്, അല്ലെങ്കിൽ നല്ല ബിഹേവിയർ ഇതാണ് എന്ന് നമ്മൾ തന്നെ അതിനെ സാങ്ഷൻ കൊടുക്കും. ബാഡ് മീ സെൽഫ് ഫോർബിഡ്സ് അതേഴ്സ് ഫോംസ്. ഫോർബിഡ് എന്ന് പറയുന്നത് വിലക്കുക എന്നാണ്. സോ മറ്റ് ഫോംസിലുള്ള കാര്യങ്ങളെ വിലക്കുക. സോ അതാണ് ബാഡ് മീ സെൽഫ്. നോട്ട് മീ സെൽഫ് എക്സ്ക്ലൂഡ് ഫ്രം കോൺഷ്യസ്നസ് സ്റ്റിൽ അതർ ഫോംസ് ദാറ്റ് ആർ ടു ഏലിയൻ ആൻഡ് ഡിസ്കസ്റ്റിംഗ് ടു ഇവൻ ബി കൺസിഡേർഡ്. നോട്ട് മീ സെൽഫ് എന്ന് പറയുന്നത് നമുക്ക് കോൺഷ്യസ്നസ്സിലുള്ള കാര്യങ്ങളെയൊക്കെ എന്ത് ചെയ്യുന്നു, ആവശ്യമില്ലാത്തതിനെയൊക്കെ എക്സ്ക്ലൂഡ് ചെയ്യുന്നു. നമുക്ക് ഡിസ്കസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന അല്ലെങ്കിൽ നമ്മളുമായിട്ട് ചേരാത്ത കാര്യങ്ങളെയൊക്കെ എക്സ്ക്ലൂഡ് ചെയ്യുന്നു. സോ അതിനെ നോട്ട് മീ സെൽഫ് എന്ന് പറയും.
ത്രൂ ദിസ് പ്രോസസ് ദ സെൽഫ് സിസ്റ്റം ആക്ട് എസ് ഫിൽറ്റർ ഫോർ അവെയർനെസ്. അപ്പോൾ ഈ സിസ്റ്റത്തിലൂടെ നമുക്ക് നമ്മുടെ അവെയർനെസ് അല്ലെങ്കിൽ ഫിൽറ്റർ ചെയ്യാൻ പറ്റും. ഞാൻ എന്താണ് അല്ലെങ്കിൽ എൻ്റെ പോസിറ്റീവ് നെഗറ്റീവ്സ് ഒക്കെ ഫിൽറ്റർ ചെയ്യാൻ സഹായിക്കും. ഈ സെലക്റ്റീവ് അറ്റൻഷൻ, അൺകോൺഷ്യസ് റിഫ്യൂസൽ ടു അറ്റൻഡ് ടു ആൻസൈറ്റി ജനറേറ്റിംഗ് ഇവൻറ്റ്സ് ആൻഡ് ഫീലിങ്സ്. സോ സെലക്റ്റീവ് അറ്റൻഷൻ, നമുക്ക് അൺകോൺഷ്യസ് ആയിട്ട് നമ്മൾ എന്ത് റിഫ്യൂസ് ചെയ്യും. നമുക്ക് ആൻസൈറ്റി ജനറേറ്റ് ചെയ്യുന്ന ഇവൻ്റ് അല്ലെങ്കിൽ ഫീലിങ്സിനെ അതിനെ റിഫ്യൂസ് ചെയ്ത് കളയും. The self-system of the guardian of one's security tend to become isolated from the rest of personality. It excludes information that is incongruous with its present organization and fail thereby to profit from experience. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ സെൽഫ് സിസ്റ്റത്തിന് എന്താണ്, നമ്മുടെ സെക്യൂരിറ്റിയുടെ ഗാർഡിയൻ എന്നുള്ള രീതിയിൽ അറിയപ്പെടാം. ഇതെന്ത് ചെയ്യും, ഐസൊലേറ്റഡ് നമ്മുടെ പേഴ്സണാലിറ്റിയിലുള്ള ബാക്കി കാര്യങ്ങൾ, നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെയൊക്കെ എക്സ്ക്ലൂഡ് ചെയ്യുക അല്ലെങ്കിൽ ഐസൊലേറ്റ് ചെയ്ത് കളഞ്ഞ് നമ്മുടെ എക്സ്പീരിയൻസിന് പ്രോഫിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം സെലക്റ്റീവ് അറ്റൻഷനിലൂടെ കിട്ടുന്നു. നെക്സ്റ്റ് ആണ് പേഴ്സോണിഫിക്കേഷൻസ്. പേഴ്സോണിഫിക്കേഷൻ ഇസ് എ കോൺട്രിബ്യൂഷൻ ഓഫ് എ സുള്ളിവൻ ആണ്. സോ ആൻ ഇമേജ് ആൻ ഇൻഡിവിജ്വൽ ഹാസ് ഓഫ് ഹിം ഓർ ഹെർ സെൽഫ് ഓർ ഓഫ് അനദർ പേഴ്സൺ. സോ നമ്മളെക്കുറിച്ച് നമുക്കുള്ളൊരു ഇമേജ് അല്ലെങ്കിൽ മറ്റുള്ളവരെക്കുറിച്ച് നമുക്കുള്ളൊരു ഇമേജ്, സോ അതിനെയാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. എ കോംപ്ലക്സ് ഓഫ് ഫീലിംഗ്സ്, ആറ്റിറ്റ്യൂഡ് ആൻഡ് കൺസെപ്ഷൻസ് ദാറ്റ് ഗ്രോ ഔട്ട് ഓഫ് എക്സ്പീരിയൻസ് വിത്ത് നീഡ്, സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ആൻസൈറ്റി. സോ ഇതിൽ ഒരുപാട് ഫീലിങ്സ്, അവരുടെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ കൺസെപ്ഷൻ, എന്തൊക്കെ കാര്യങ്ങൾ നമുക്കറിയാം, ഇതെല്ലാം നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നും നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ നീഡ് ചെയ്യാൻ അല്ലെങ്കിൽ ആൻസൈറ്റി നീഡ്സിനൊക്കെ വേണ്ടിയായിരിക്കും ഈ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, പേഴ്സോണിഫൈ ചെയ്യുന്നത്, കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നത്. ദ ഗുഡ് മീ റിവാർഡിംഗ് ഇൻ ക്യാരക്ടർ, ദ ബാഡ് മീ ആൻസൈറ്റി എറോസിങ് സിറ്റുവേഷൻസ്. സോ ഗുഡ് മീ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ക്യാരക്ടറിൽ റിവാർഡിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ലതായിട്ടുള്ള കാര്യങ്ങൾ. സോ ബാഡ് മീ എന്ന് പറയുമ്പം ആൻസൈറ്റി എറോസിങ് സിറ്റുവേഷൻ, നമുക്ക് ഉത്കണ്ഠ ജനിപ്പിക്കുന്ന സിറ്റുവേഷൻസ്, സാഹചര്യങ്ങൾ. ഫോംഡ് ഇൻ ദ ഫസ്റ്റ് പ്ലേസ് ബട്ട് വൺസ് ഫോം ദ യൂഷ്വലി പെർസിസ്റ്റ് ആൻഡ് ഇൻഫ്ലുവൻസ് അവർ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് അതർ പീപ്പിൾ. സോ ഇത് ഒരു സ്ഥലത്ത് ഇത് ഫോം ചെയ്തു, ഒരു വട്ടം അത് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇത് എപ്പോഴും നമ്മുടെ മനസ്സിൽ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കും. ആ ഒരു ആറ്റിറ്റ്യൂഡ്, മറ്റുള്ളവരെക്കുറിച്ച് നമ്മൾ കാണുന്ന ആ ഒരു വീക്ഷണം, ഒരു ആദ്യത്തെ ഒരു പ്രാവശ്യം നമ്മൾ അങ്ങനെയാണ് അയാൾ വീക്ഷിച്ചതെങ്കിൽ അത് പിന്നീട് അതെന്ത് ചെയ്യും, ഫോക്കസ്ലി നമ്മൾ സീരിയസ്ലി അതിനെ അങ്ങനെ തന്നെ വീക്ഷിക്കാൻ തുടങ്ങും. സെർവ്സ് ആൻ ആങ്സൈറ്റി റിഡ്യൂസിങ് ഫംഗ്ഷൻ ഇൻ ഏർലി ലൈഫ് മേ ഇൻ്റർഫിയർ വിത്ത് വൺസ് ഇൻ്റർപേഴ്സണൽ റിലേഷൻ ലേറ്റർ ഇൻ ലൈഫ്. സോ ഈ പേഴ്സണിഫിക്കേഷൻ നമുക്ക് ആദ്യകാലങ്ങളിൽ എന്താണ്, ഒരു ആൻസൈറ്റി റിഡ്യൂസിങ് ഫംഗ്ഷൻ പ്രൊവൈഡ് ചെയ്യും ആദ്യകാലങ്ങളിലെങ്കിൽ പിന്നീട് ഇതെന്ത് ചെയ്യും, ഇത് നമ്മളെ ഇൻ്റർഫിയർ ചെയ്യാൻ തുടങ്ങും. നമ്മുടെ പേഴ്സണൽ റിലേഷൻ ലേറ്റർ ലൈഫിൽ ഒരു വ്യക്തിയുടെ ലൈഫിൽ അതിനെ ഈ ഒരു പേഴ്സോണിഫിക്കേഷൻ പിന്നീട് അതിനെ ഇൻ്റർഫിയർ ചെയ്യാൻ തുടങ്ങും. സോ സ്റ്റീരിയോ ടൈപ്സ് എന്ന് പറയാം അല്ലേ, പേഴ്സോണിഫിക്കേഷൻ ഷെയർഡ് ബൈ എ നമ്പർ ഓഫ് പീപ്പിൾ. സോ ഇത് സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഒരു ഗ്രൂപ്പിനോട് നമ്മൾ നേരത്തെ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ആയിരിക്കും, ഈ ഒരു ഗ്രൂപ്പ് ഇങ്ങനെയാണ് എന്ന്. സോ അങ്ങനെ ആ ഒരു ഗ്രൂപ്പ് ഇങ്ങനെയാണെന്ന് പറയണമെങ്കിൽ അവിടെ എന്താണ്, ഓരോ വ്യക്തികളും അവരുടെ വീക്ഷണത്തിൽ നിന്നാണ് കോമൺ ആയിട്ട് ആ ഗ്രൂപ്പ് ഇങ്ങനെയാണ് എന്ന് നമ്മൾ സ്റ്റീരിയോ ടൈപ്പ് ചെയ്യുന്നത്. സോ അപ്പോൾ പേഴ്സോണിഫിക്കേഷൻ, സോ ഒരുപാട് ആൾക്കാരുടെ അവർ ഷെയർ ചെയ്ത പേഴ്സോണിഫിക്കേഷൻ, അവരുടെ ഇമേജിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഒരു സ്റ്റീരിയോ ടൈപ്പ് ഡെവലപ്പ് ചെയ്യുന്നത്. സോ കോഗ്നിറ്റീവ് പ്രോസസ്സസ് ആണ് അടുത്തത്. പ്ലേസ് ഓഫ് കോഗ്നിഷൻ ഇൻ ദ അഫയേഴ്സ് ഓഫ് പേഴ്സണാലിറ്റി ഇൻ ക്ലാസിഫിക്കേഷൻ ഓഫ് എക്സ്പീരിയൻസ്. ഇനി എക്സ്പീരിയൻസ് ഒക്കേഴ്സ് ഇൻ 3 മോഡ്സ്, 3 മോഡിലൂടെയാണ് ഈ എക്സ്പീരിയൻസ് കിട്ടുന്നതെന്നാണ് പറയുന്നത്. പ്രോട്ടോടാക്സിക്സ്, ഡിസ്ക്രീറ്റ് സീരീസ് ഓഫ് മൊമെൻ്ററി സ്റ്റേറ്റ്സ് ഓഫ് ദ സെൻസിറ്റീവ് ഓർഗാനിസം. Experience is the raw sensation, images and feeling that flow through the mind of a sensate being. സോ ഒരു വ്യക്തിയുടെ ഇപ്പോൾ കൊഗ്നിഷൻ്റെ പ്ലേസ് എന്ന് പറയുന്നത് എക്സ്പീരിയൻസിൻ്റെ ക്ലാസിഫിക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഇരിക്കുന്നതെന്നാണ് പറയുന്നത്. സോ അതിൽ എക്സ്പീരിയൻസ് 3 മോഡിലൂടെയാണ് നടക്കുന്നത്. ഒന്ന് പ്രോട്ടോടാക്സിക് എന്ന് പറയുന്നത്. സോ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ റോ സെൻസേഷനാണ്, നമുക്ക് ആദ്യമായിട്ട് നമ്മൾ സെൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് ചിലപ്പം ഇമേജസ് ആകാം, ഫീലിംഗ് ആകാം, അത് ദാറ്റ് ഫ്ലോ ത്രൂ ദ മൈൻഡ് ഓഫ് എ സെൻസേറ്റീവ് ബീയിങ്. സോ അത് നമ്മുടെ മൈൻഡിലൂടെ മൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫ്ലോ ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ അതിനാണ് പ്രോട്ടോടാക്സിക് എന്ന് പറയുന്നത്. No necessary connection among themselves and possesses no meaning for the experiencing person. സോ ഇവിടെ ഒരു കണക്ഷനോ അതിന് നമ്മൾ ആദ്യമായിട്ട് സെൻസ് ചെയ്യുന്ന ഒരു കാര്യത്തിന് ഒരു കണക്ഷനോ അത് തമ്മിലൊരു മീനിങ്ങോ ഒന്നും ആവശ്യമില്ല, ആ ഒരു എക്സ്പീരിയൻസിങ് പേഴ്സണുമായിട്ടൊരു കാര്യമില്ല. സോ അതിനാണ് പ്രോട്ടോടാക്സിക് എന്ന് പറയുന്നത്. ഡ്യൂറിങ് ദ ഏർലി മന്ത് ഓഫ് ലൈഫ് ആൻഡ് ഇസ് നെസസറി
പ്രീ കണ്ടീഷൻ ഫോർ ദ അപ്പിയറൻസ് ഓഫ് ദ അതർ ടു മോഡ്സ്. സോ അടുത്തതാണ് പാരാടാക്സിക്കും കൺസിസ്റ്റ് ഓഫ് സീയിങ് കോഷ്യൽ റിലേഷൻഷിപ്പ്. സോ ഇത് കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ആദ്യം നമ്മൾ നേരിട്ടൊരു കാര്യം ഒബ്ജക്റ്റ് കാണുക അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസിലൂടെ ഒരു കാര്യം കാണുക എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകിച്ചൊരു റിലേഷൻഷിപ്പ് ആ വ്യക്തിയുമായിട്ട് റിലേഷൻഷിപ്പ് ഒന്നും വേണ്ടി വരത്തില്ല. പിന്നീട് അത് പാരാടാക്സിക് ആകുമ്പോഴത്തേക്ക് അവിടെ ഒരു കോഷ്യൽ റിലേഷൻ അത് വന്നതിൻ്റെ കാരണത്തിന് ഒരു റിലേഷൻ അവിടെ കണ്ടെത്തുന്നു. ബിറ്റ്വീൻ ഇവൻറ്റ് ദാറ്റ് ഒക്കർ അറ്റ് അബൌട്ട് ദ സെയിം ടൈം ബട്ട് ദേ ആർ നോട്ട് ലോജിക്കലി റിലേറ്റഡ്. സോ അതങ്ങനെ ആ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയാണ് സംഭവിച്ചത്, അല്ല ഒരേ സമയത്ത് അതെങ്ങനെ നടന്നു. സോ അത് ലോജിക്കലി നമുക്കതിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, റിലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിനെയാണ് പാരാടാക്സിക് എന്ന് പറയുന്നത്. ഉദാഹരണം സൂപ്പർസിഷൻസ് എന്നൊക്കെ പറയും. സോ സൂപ്പർസിഷൻസ് ഒക്കെ പറയും, അതായത് അന്ധവിശ്വാസങ്ങളൊക്കെ. സോ ഈ ഒരു പാരാടാക്സിക്കിൽ വരുന്നതാണ്. ഇനി സിൻടാക്സിക് എന്ന് പറയുന്നത് ഹയസ്റ്റ് മോഡ് ഓഫ് തിങ്കിങ് ആണ്. കൺസിസ്റ്റ് ഓഫ് കൺസെപ്ച്വൽ വാലിഡേറ്റഡ് സിമ്പിൾ ആക്ടിവിറ്റി എസ്പെഷ്യലി ഓഫ് വെർബൽ നേച്ചർ. സോ വെർബൽ നേച്ചറിൽ വരുന്ന സിമ്പിൾ ആക്ടിവിറ്റീസ് ആണ്. സിമ്പിൾ ഹാസ് ബീൻ എഗ്രീഡ് അപ്പോൺ ബൈ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആസ് ഹാവിങ് എ സ്റ്റാൻഡേർഡ് മീനിങ്. സോ ഒരു സിമ്പിൾ എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് എന്ത് ചെയ്യണം, എല്ലാ ആൾക്കാരും ഒരു സ്റ്റാൻഡേർഡ് മീനിങ് ആയിട്ട് ആ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എഗ്രി ചെയ്താലാണ് അതിനെ സിമ്പിളായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത്. ഉദാഹരണം വേർഡ്സ്, നമ്പേഴ്സൊക്കെ. പ്രൊഡ്യൂസസ് ലോജിക്കൽ ഓർഡർ എമംഗ് എക്സ്പീരിയൻസ് ആൻഡ് എനേബിൾ പീപ്പിൾ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് വൺ അനദർ. സോ സിമ്പിൾസ് യൂസ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. സോ അത് എക്സ്പീരിയൻസസിലൂടെയും ലോജിക്കൽ ഓർഡേഴ്സിലൂടെയൊക്കെയാണ് ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ അടുത്ത ടോപ്പിക്കാണ് ഹെൻറി എ മുറയുടെ പേഴ്സണോളജിയാണ്. സോ ഇതിൽ ഹെൻറി എ മുറയുടെ പേഴ്സണോളജിയെക്കുറിച്ച് മാത്രമേ ഉള്ളൂ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ തിയറീസ് വരുമ്പോഴത്തേക്കും ഒരുപാട് വൈഡായിട്ട് പോകും. അതുകൊണ്ട് തന്നെ അവർ സ്പെസിഫിക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഹെൻറി എ മുറയുടെ പേഴ്സണോളജി തിയറിയാണ്. ഹെൻറി അലക്സാണ്ടർ മുറെ വാസ് ബോൺ ഓൺ May 13, 1893. സോ ഒരു അമേരിക്കൻ സൈക്കോളജിസ്റ്റാണ് ഹെൻറി മുറെ എന്ന് പറയുന്നത്. സോ ഇദ്ദേഹത്തിൻ്റെ പബ്ലിഷ്ഡ് ബുക്കാണ് എക്സ്പ്ലോറേഷൻസ് ഇൻ പേഴ്സണാലിറ്റി. ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷനാണ് തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, അതായത് പ്രൊജക്റ്റീവ് ടെക്നിക്കാണിത്. പേഴ്സണാലിറ്റി അസസ്മെൻറ്റ് ചെയ്യുന്നതിൽ ഉപയോഗിക്കുന്ന ഒരു പ്രൊജക്റ്റീവ് ടെക്നിക്കാണ് തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇദ്ദേഹമാണ് ഇതിൻ്റെ ഒരു ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്. മുറെ എസ്റ്റാബ്ലിഷ് വിത്ത് അതർ സൈക്കോളജിക്കൽ ക്ലിനിക് അനക്സ് ഇൻ 1949. സോ ഇത് ഇദ്ദേഹത്തിനെ കുറിച്ചുള്ള ഒരു ബ്രീഫായിട്ടുള്ളൊരു ഹിസ്റ്ററിയാണ്. ഇനി പേഴ്സണോളജി എന്ന് പറയുന്ന ഒരു ടേം ആദ്യമായിട്ട് ഉപയോഗിച്ചത് മുറെ ആണ്. മുറെ യൂസ് ദ ടേം പേഴ്സണോളജി ടു ഡിസ്ക്രൈബ് ഹിസ് സ്റ്റഡി ഓഫ് ഹ്യൂമൻ ലൈഫ്സ് ആൻഡ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഇൻ പേഴ്സണാലിറ്റി. സോ പേഴ്സണോളജി എന്ന് പറയുന്ന ടേം അദ്ദേഹം ഉപയോഗിച്ചത് എന്ത് ഡിസ്ക്രൈബ് ചെയ്യുന്നതെന്ന് ചോദിച്ചത് ഓരോ വ്യക്തികളെക്കുറിച്ചുള്ള ഹ്യൂമൻ ലൈഫ്സിനെ കുറിച്ചുള്ള പഠനത്തിന്, അതുപോലെ പേഴ്സണാലിറ്റിയിലെ ഇൻഡിവിജ്വൽ ഡിഫറൻസിനെ കുറിച്ചുള്ള പഠനത്തിന് അദ്ദേഹം നൽകിയ പേരാണ് പേഴ്സണോളജി എന്ന്. സോ ഇവിടെ എന്തൊക്കെയാണ് പഠനത്തിലാവുന്നത്, ഓരോ വ്യക്തികളെ സ്റ്റഡി ഓഫ് ഹ്യൂമൻ ലൈഫ്, ഹ്യൂമൻ ജീവിതത്തിനെക്കുറിച്ചും അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ഡിഫറൻസ്, ഓരോ വ്യക്തികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ്. സോ അത് ഡിസ്ക്രൈബ് ചെയ്യുന്നത്, അത് പേഴ്സണാലിറ്റി ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നതിനാണ് പേഴ്സണോളജി എന്ന് പറയുന്ന ഒരു ടേം അദ്ദേഹം കൊണ്ടുവന്നത്. ഇനി അദ്ദേഹം ഈ ഒരു പേഴ്സണോളജിയുമായിട്ട് റിലേറ്റ് ചെയ്ത് 5 ബേസിക് പ്രിൻസിപ്പിൾസ് ആണ് ഡെവലപ്പ് ചെയ്തത്. ഫസ്റ്റ് പ്രിൻസിപ്പിളാണ് പേഴ്സണാലിറ്റി ഈസ് റൂട്ടഡ് ഇൻ ദ ബ്രെയിൻ. സോ പേഴ്സണാലിറ്റിയുടെ റൂട്ട് എന്ന് പറയുന്നത് ബ്രെയിനിലാണ്. സോ ഹ്യൂമൻ ലൈഫിനെ കുറിച്ചും അതുപോലെ ഇൻഡിവിജ്വൽ ഡിഫറൻസിൻ്റെയും പേഴ്സണാലിറ്റി എങ്ങനെയാണെന്നുള്ള ഡിസ്ക്രിപ്ഷനാണ് അദ്ദേഹം തരുന്നത്. അതിലെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ പറയുന്നത് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൽ നിന്ന് വരുന്നതാണ്. The individual cerebral physiology guides and governs every aspect of the personality. സോ ഒരു വ്യക്തിയുടെ സെറിബ്രൽ ഫിസിയോളജി, നമുക്ക് ഓരോ സെറിബ്രൽ കോർട്ടക്സിൽ ഓരോ ഭാഗത്തിന് ഓരോ ഫംഗ്ഷൻ ഉണ്ട് എന്നെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ. ന്യൂറൽ കണ്ടക്ഷൻ്റെ അകത്ത് ഓരോ പാർട്ട്, പരേറ്റൽ ലോബ്, സോ അങ്ങനെ ഓരോന്നിനും ഓരോ ഫംഗ്ഷൻ ഉണ്ട് ബ്രെയിനിൽ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ ഓരോ ആസ്പെക്റ്റിനും അതിലോരോ ആസ്പെക്ട്സുമാണ് ഓരോ വ്യക്തിയുടെയും പേഴ്സണാലിറ്റിയെ ഗൈഡ് ചെയ്യുന്നതെന്നാണ് ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രിൻസിപ്പിളിൽ പറയുന്നത്, ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് പേഴ്സണോളജിയിൽ പറയുന്നത്. സെക്കൻഡ് പ്രിൻസിപ്പിൾ ഇൻവോൾവ് ദ ഐഡിയ ഓഫ് ടെൻഷൻ റിഡക്ഷൻ. രണ്ടാമത്തേതിൽ പറയുന്നത് ടെൻഷൻ റിഡക്ഷനെ കുറിച്ചുള്ള ഐഡിയ കുറിച്ചുള്ളതാണ്. മുറെ അഗ്രീഡ് വിത്ത് ഫ്രോയിഡ് ആൻഡ് അതർ തിയറീസ് ദാറ്റ് പീപ്പിൾ ആക്ട് ടു റിഡ്യൂസ് physiological and psychological tension, but this does not mean we strive for a tension-free state. So Murray agree. ഫ്രൂയിഡിനെ പോലുള്ള തിയറിസ്റ്റ് പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലേ, ഫിസിയോളജിക്കൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ടെൻഷൻ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ആൾക്കാർ എന്ത് ചെയ്യുന്നത്, ജീവിക്കുന്നത്. ഈ ടെൻഷൻ ഫ്രീ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്.
സോ അങ്ങനെ ഒരു ടെൻഷൻ കളയാൻ വേണ്ടി നമ്മൾ ഓറൽ സ്റ്റേജ് ആണെങ്കിൽ ആ സമയത്ത് ആ ഓറൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടണം. സോ അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. സോ അപ്പോൾ അതാണ് അതുപോലെ. പക്ഷേ അതെന്ന് പറഞ്ഞാൽ ഡസ് നോട്ട് മീൻ വി സ്ട്രൈവ് ഫോർ എ ടെൻഷൻ. അതെന്ന് വെച്ചാൽ ഫുൾ ടെൻഷൻ ഫ്രീ സ്റ്റേറ്റിൽ ഇരിക്കുക എന്നല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ആക്ടിങ് ടു റിഡ്യൂസ് ടെൻഷൻ ദാറ്റ് ഇസ് സാറ്റിസ്ഫൈ. സോ ഇവിടെ എന്ന് പറയുന്നത് നമ്മുടെ ടെൻഷൻ കുറയ്ക്കാം, അതിനെ കുറയ്ക്കുക, അതുപോലെ തന്നെ എന്ത് ചെയ്യാം, സാറ്റിസ്ഫൈ ചെയ്യുക. ആ ടെൻഷൻ എന്തുവാ, സാറ്റിസ്ഫൈ ചെയ്യുക എന്ന ആ ഒരു പ്രോസസ്സാണ് ഇവിടെ പറയുന്നത്. അക്കോർഡിംഗ് ടു മുറേ, റാദർ ദാൻ ദ അറ്റൈൻമെൻറ്റ് ഓഫ് കണ്ടീഷൻ free of all tension, Murray believed that a tension-free existence is itself a source of distress. So, ഈ മുറേ പറയുന്നത് എന്താ, ഒരു ടെൻഷനും ഇല്ലാതെ ജീവിക്കുക, ആ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്, ടെൻഷൻ ഫ്രീ എക്സിസ്റ്റൻസ് ഈസ് ഇറ്റ് സെൽഫ് എ സോഴ്സ് ഓഫ് ഡിസ്ട്രസ്. അത് തന്നെ ഒരു വലിയൊരു ദുരന്തമാണ്. ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റില്ല. അങ്ങനെ ടെൻഷൻ ഫ്രീ ആയിട്ട് ഇരുന്നാൽ തന്നെ അതൊരു ദുരന്തമാണ്. പക്ഷെ അതിന് പകരം എന്ത് വേണം, ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കിയെടുക്കുക. അല്ലാതെ ടെൻഷൻ ഇല്ലാതെ മനുഷ്യന് ജീവിക്കാൻ, ടെൻഷനൊന്നും ഇല്ലാതെ ചുമ്മാ ഇരുന്ന് അവിടെ എന്തെങ്കിലും അർത്ഥമുണ്ടോ ജീവിതത്തിന്? ഇല്ല. അപ്പം ആ ടെൻഷനെ നമുക്ക് സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള രീതിയിൽ കൊണ്ടുപോകാൻ കഴിയണം. സോ അതാണ് സെക്കൻഡ് പ്രിൻസിപ്പിളിൽ പറയുന്നത്. Third principle of Murray personology is that individual personality continue to develop over time and is constructed of all events that occurring during the course of that person's life. Therefore, the study of person past is of great importance. So, third principle പറയുന്നത്, പ്രിൻസിപ്പിൾ ഓഫ് പേഴ്സണോളജിയിൽ പറയുന്നത്, ഇൻഡിവിജ്വലിൻ്റെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് ഡെവലപ്പ് ചെയ്യുന്നതല്ല. സോ അത് വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ ഓരോ വർഷങ്ങളോ അല്ലെങ്കിൽ മാസങ്ങളോടും ഇങ്ങനെ കൺസ്ട്രക്ട് അല്ലെങ്കിൽ ഓരോ ഇവൻറ്റിനനുസരിച്ച് വരുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ പാസ്റ്റിനെ കുറിച്ച് പഠിക്കേണ്ടത്, അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാസ്റ്റിനെ കുറിച്ച് പഠിച്ചാൽ മാത്രമേ ആ പേഴ്സണാലിറ്റിയെക്കുറിച്ച് പഠിക്കാൻ പറ്റൂ എന്നാണ് തേർഡ് പ്രിൻസിപ്പിളിൽ പറയുന്നത്. Fourth principle involve the idea that personality changes and progress. It is not fixed or static. So fourth principle പറയുന്നത് പേഴ്സണാലിറ്റി എന്താണ്, ചേഞ്ച് ചെയ്യും, അത് പ്രോഗ്രസ്സും ചെയ്യാം, ചേഞ്ചസ് വരുത്താം, അതിൽ ചേഞ്ച് വരാം, അതിൽ പ്രോഗ്രഷൻസ് വരുത്താം. അത് ഒരു ഫിക്സഡ് ആയിട്ടുള്ളൊരു കാര്യമല്ല, ഫിക്സഡ് അല്ല, അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റിക് അല്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. എംഫസിസ് ഓൺ എ യുണീക്ക്നെസ് ഓഫ് ഈച്ച് പേഴ്സൺ. ഓരോ വ്യക്തിക്കും ഓരോ യുണീക്ക്നെസ്, ഓരോരുത്തരും വ്യത്യസ്തരാണ്, അവർക്ക് ഓരോരുത്തർക്കും ഓരോ പ്രത്യേകതകളുണ്ടെന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഫോർത്ത് പ്രിൻസിപ്പിൾസിലൂടെ പറയുന്നത്. സോ അപ്പോൾ ആദ്യത്തെ പ്രിൻസിപ്പിൾ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. സോ ആദ്യത്തെ നമ്മൾ പറഞ്ഞത് ഫിസിയോളജി, നമ്മുടെ ഓരോ സെറിബ്രൽ ഫിസിയോളജിയെ റിലേറ്റ് ചെയ്തിട്ടാണ് ഓരോ വ്യക്തിയുടെയും പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. സെക്കൻഡിൽ നമ്മൾ പറഞ്ഞല്ലേ, സ്ട്രെസ് ഫ്രീ അല്ലെങ്കിൽ ടെൻഷൻ ഫ്രീ ആയിട്ട് ഇരിക്കുക എന്നുള്ളതല്ല ലക്ഷ്യം, അവിടെ ആ ടെൻഷനെ സാറ്റിസ്ഫൈയിങ് നേച്ചറിലോട്ട് കൊണ്ടുവരിക. തേർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വ്യക്തിയെക്കുറിച്ച് പഠിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആദ്യകാലങ്ങൾ അല്ലെങ്കിൽ പാസ്റ്റിനെ കുറിച്ച് പഠിച്ചാൽ മാത്രമേ പേഴ്സണാലിറ്റിക്ക് കുറിച്ച് കറക്റ്റായിട്ട് പറയാൻ പറ്റൂ. ഫോർത്തിൽ പറയുന്നത് എന്താണ്, ഓരോ വ്യക്തിയും യുണീക്കാണ്, സോ അവർക്ക് യുണീക്ക്നെസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഫിഫ്ത്ത് പ്രിൻസിപ്പിൾ, മുറേ എംഫസൈസ് ദ യുണീക്ക്നെസ് ഓഫ് ഈച്ച് പേഴ്സൺ വൈൽ റെക്കഗ്നൈസിങ് സിമിലാരിറ്റീസ് എമംഗ് ഓൾ പീപ്പിൾ. സോ യുണീക്ക്നെസ് ഉണ്ട്, ഓരോരുത്തരും വ്യത്യസ്തരാണ്, പക്ഷേ അവരിൽ തന്നെ എന്താണ്, ആൾക്കാരുടെ ഇടയിൽ അതേ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള വേറെ ആൾക്കാരും ഉണ്ട്, സിമിലാരിറ്റി ഉണ്ട്. ഓരോ വ്യക്തികളും യുണീക്കാണ്, പക്ഷേ ഇയാളുടെ ക്യാരക്ടറിസ്റ്റിക്സ് തന്നെ ഉള്ള കുറച്ച് ആൾക്കാരെ കാണാമല്ലേ. അപ്പം ഒരു സിമിലാരിറ്റീസും ഉണ്ട് ആൾക്കാരുടെ ഇടയിൽ. ഹി സോ ഇറ്റ് ആൻ ഇൻഡിവിജ്വൽ ഹ്യൂമൻ ബീയിങ് ഈസ് ലൈക്ക് നോ അതർ പേഴ്സണൽ, ലൈക്ക് സം അതർ പീപ്പിൾ ആൻഡ് ലൈക്ക് എവരി അതർ പേഴ്സൺസ്. അപ്പോൾ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ബീയിങ് എന്ന് പറയുന്നത് ഒരാൾ കറക്റ്റ് അയാളെ പോലെ തന്നെ ആയിരിക്കത്തില്ല, അയാളുടെ ഏതെങ്കിലും ഒരു ക്യാരക്ടേഴ്സ് തമ്മിൽ സിമിലാരിറ്റീസ് ഉണ്ട്, പക്ഷേ അവർ തമ്മിൽ എന്താണ്, മറ്റേ ആളെ പോലെ അല്ല, അല്ലെങ്കിൽ ഒരുപോലുള്ള ഒരേ ആൾക്കാർ മറ്റേ ആളെ പോലെ അല്ല, അങ്ങനെ പറയാൻ പറ്റത്തില്ല. സോ അതാണ് ഇവിടെ പറയുന്നത്. സിമിലാരിറ്റീസ് ഉണ്ടാകാം, പക്ഷേ എല്ലാവർക്കും ഒരേ ക്യാരക്ടറിസ്റ്റിക്സ് വരത്തില്ല. സോ അതാണ് ഈ ഫിഫ്ത്ത് പ്രിൻസിപ്പിൾസിൽ പറയുന്നത്. സോ ഇനി ഡിവിഷൻസ് ഓഫ് പേഴ്സണോളജി ആണ്. മുറേ ഡിവൈഡ് പേഴ്സണാലിറ്റി ഇൻ 3 പാർട്സ്. സോ പേഴ്സണാലിറ്റിക്ക് 3 പാർട്ട് ഫ്രോയിഡ് പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. ഫോർ ദിസ് ഹി യൂസ് ഫ്രോയിഡ് ടേംസ് ബട്ട് ദിസ് ടേംസ് ഡിഫർ ഇൻ ഇൻ്റർപ്രിട്ടേഷൻ. ഫ്രോയിഡ് പറഞ്ഞ
ടേംസ് തന്നെ, പക്ഷേ അതിൽ ഇൻ്റർപ്രിട്ടേഷൻ ഫ്രൂയിഡ് ഇൻ്റർപ്രിറ്റ് ചെയ്തത് കണക്കല്ല, അതിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഇത് സൂപ്പർ ഈഗോ എന്നാണ് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. ഇത് പറയുന്നത് ഇറ്റ് ഈസ് എ റിപ്പോസിറ്ററി ഓഫ് ഓൾ ഇന്നേറ്റ് ഇമ്പൾസീവ് ടെൻഡൻസി. സോ ഇതാണ് എല്ലാ നമ്മുടെ ഇമ്പൾസീവായിട്ട് നമുക്ക് പെട്ടെന്ന് എല്ലാത്തിനും ഇന്നേറ്റായിട്ട് നമ്മൾ ഇൻബോണായിട്ട് ചില കാര്യങ്ങൾ എന്ത് ചെയ്യും എടുക്കാറുണ്ടല്ലോ, കാര്യങ്ങൾക്ക് റിപ്ലൈ കൊടുക്കുക. ഇമ്പൾസീവ് ടെൻഡൻസീസ് ഉണ്ടല്ലോ, എന്ത് കണ്ടാലും അതിനെതിരെ ചെയ്യുക, ഇമ്പൾസീവായിട്ട് പെരുമാറുന്ന ആ ഒരു ടെൻഡൻസിയാണ് ഇതെന്ന് പറയുന്നതെന്നാണ് പേഴ്സണോളജി പ്രകാരം പറയുന്നത്. ഇറ്റ് ഈസ് കൺസേൺ വിത്ത് ബിഹേവിയർ. സോ ഇതെന്ന് പറയുന്നത് നമ്മുടെ ബിഹേവിയറിനെ കൺസേൺ ചെയ്തിരിക്കുന്ന കാര്യമാണ്. ഇറ്റ് പ്രൊവൈഡ് എനർജി ആൻഡ് ഡയറക്ഷൻ. സോ ഇതാണ് നമുക്കുള്ള എനർജി, ഒരു കാര്യം ചെയ്യാനുള്ള എനർജി, അതിൻ്റെ ഡയറക്ഷൻസും തരുന്നത് ഇതാണെന്നാണ് പറയുന്നത്. ഇനി ഫ്രൂയിഡ് ആണെങ്കിൽ ഫ്രൂയിഡ് സെഡ് ഇറ്റ് കണ്ടെയ്ൻ പ്രിമിറ്റീവ് മോറൽ ആൻഡ് ലസ്റ്റ്ഫുൾ ഇമ്പൾസസ്. സോ ഫ്രൂയിഡ് ആണ് പറയുന്നത് ഇത് പ്രിമിറ്റീവായിട്ടല്ല, പ്രാചീനമായിട്ട് എല്ലാവരിലും കാണപ്പെടുന്ന മോറലില്ലാത്ത ലസ്റ്റ്ഫുള്ളായിട്ടുള്ള ഇമ്പൾസസ് ആണ്. ലസ്റ്റ്ഫുൾ അല്ലെങ്കിൽ സെക്ഷുവലി ഉള്ള ഗ്രാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ പ്ലഷർ, ലസ്റ്റ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങളാണ്, ഇമ്പൾസസ് ആണ് ഇതിൽ വരുന്നതെന്നാണ് ഫ്രൂയിഡ് പറഞ്ഞത്. പക്ഷെ മുറേ ബിലീവ് ചെയ്തിരിക്കുന്നത് ഇത് കണ്ടെയ്ൻ സോഷ്യലി ആൻഡ് അക്സെപ്റ്റബിൾ ഇമ്പൾസസ് ലൈക്ക് എമ്പതി ആൻഡ് ലവ്. സോ മുറേ ഇതിൽ പറയുന്നത് ഇതിൽ അടങ്ങിയിരിക്കുന്ന സോഷ്യലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഇമ്പൾസുകളാണ്. അതായത് എമ്പതി പോലെ മറ്റുള്ളവരെ ഫീലിംഗ് തിരിച്ചറിയുക, സ്നേഹം, ഇതൊക്കെയാണ് ഇതിലിരിക്കുന്നത്. പക്ഷേ ഇത് ഫ്രൂയിഡിൻ്റെ ആകുമ്പോൾ അതിൽ ലസ്റ്റൊക്കെയാണ് ഇരിക്കുന്നത്. ലസ്റ്റ് പോലുള്ള പ്രിമിറ്റീവായിട്ടുള്ള മൊറാലിറ്റി ഇല്ലാത്ത കാര്യങ്ങളാണ് ഇതിൽ ഫ്രൂയിഡിൻ്റെ അതിലുള്ളത്. Murray was influenced by Jung's shadow archetype which has good impulses as well as bad ones. സോ അതുപോലെ തന്നെ ജങ്കിൻ്റെ ഷാഡോ ആർക്കറ്റൈപ്പിൽ വരുന്നത് പോലെ നല്ല ഇമ്പൾസും ഉണ്ട്, മോശമായിട്ടുള്ളതും ഉണ്ടെന്നാണ് പറയുന്നത്. സ്ട്രെങ്ത് ഓഫ് ഇത് ഇമ്പൾസ് വേരീസ് എമംഗ് ഇൻഡിവിജ്വൽസ്. ഓരോ വ്യക്തികളിലെയും ഇതിൻ്റെ ഇമ്പൾസ് എന്ന് പറയുന്നത് വേരി ചെയ്തിരിക്കും. നെക്സ്റ്റ് സൂപ്പർ ഈഗോ ആണ്. ഫ്രൂയിഡ് ആണെങ്കിൽ വാസ് ദ വ്യൂ ദാറ്റ് സൂപ്പർ ഈഗോ സ്റ്റെംസ് ഔട്ട് ആഫ്റ്റർ ദ ചൈൽഡ് ഐഡൻറ്റിഫൈ വിത്ത് ഹിസ് ഓർ ഹെർ പാരൻറ്റ്. സൂപ്പർ ഈഗോ ആക്ട് ആസ് എ പാരൻ്റൽ വോയിസ്. സോ സൂപ്പർ ഈഗോ എന്ന് പറയുമ്പോൾ ഫ്രൂയിഡിൻ്റെ വ്യൂവിലെന്ന് പറയുന്നത് ഇത് മൊറാലിറ്റി പ്രിൻസിപ്പിളാണ് അല്ലേ, റൈറ്റ് ഏതാണ് ശരി ഏതാണ് എന്നുള്ളൊരു ആക്ട്. സോ ഒരു പാരൻ്റൽ വോയിസ് പോലെ ശരി തെറ്റ് എന്നൊക്കെ തിരിച്ചറിയുന്ന ഒരു ഇതാണ് സൂപ്പർ ഈഗോ. മുറേ ഡിഫൈൻ ചെയ്യുന്നത് ഇൻ്റേർണലൈസേഷൻ ഓഫ് ദ കൾച്ചേഴ്സ്, വാല്യൂസ് ആൻഡ് നോംസ് ബൈ വിച്ച് വി കം ടു ഇവാലുവേറ്റ് ആൻഡ് ജഡ്ജ് അവർ ബിഹേവിയർ ആൻഡ് ദാറ്റ് ഓഫ് അതേഴ്സ്. സോ മുറേയുടെ ഡെഫിനേഷൻ പ്രകാരം സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് നമ്മൾ ഇൻ്റേർണലൈസ് ചെയ്യുകയാണ്. നമ്മുടെ കൾച്ചർ എന്താണ്, നമ്മുടെ വാല്യൂ എന്താണ്, നമ്മുടെ നോംസ് എന്താണ്. സോ അത് മറ്റു ആൾക്കാരുടെ ബിഹേവിയറുമായിട്ട് നമ്മളതിനെ കമ്പയർ ചെയ്യുന്നതിനെയാണ് സൂപ്പർ ഈഗോ എന്ന് മുറേ പറയുന്നത്. ഫ്രൂയിഡ് സെഡ് ദാറ്റ് അറ്റ് ദ ഏജ് ഓഫ് 5 ദ സൂപ്പർ ഈഗോ ഈസ് ക്രിസ്റ്റലൈസ്ഡ്. 5 ഏജ് ആകുമ്പോൾ സൂപ്പർ ഈഗോ ക്രിസ്റ്റലൈസ്ഡ് ഫോമിൽ ഇൻ്റലിജൻസ് ആ ഒരു ഫോമിലോട്ട് മാറും. മുറേ സജസ്റ്റഡ് ദ സൂപ്പർ ഈഗോ കണ്ടിന്യൂസ്ലി ഡെവലപ്പ് ത്രൂ ഔട്ട് ദ ലൈഫ് ടൈം. സോ പക്ഷേ മുറേ പറയുന്നത് എന്താണ്, സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് നമ്മുടെ ജീവിതാവസാനം വരെ ഇത് ഡെവലപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കും എന്നാണ് പറയുന്നത്. ദ സൂപ്പർ ഈഗോ ഇസ് ഇൻ കോൺസ്റ്റൻറ്റ് കോൺഫ്ലിക്റ്റ് വിത്ത് ഈഗോ. ഫ്രൂയിഡ് എപ്പോഴും പറയുന്നത് എന്താണ്, സൂപ്പർ ഈഗോ എപ്പോഴും ഇതുമായിട്ടൊരു കോൺഫ്ലിക്റ്റിലായിരിക്കും. ശരി ഏതാ തെറ്റേതാ, ഇത് പറയും എന്താണ് പ്ലഷർ സാറ്റിസ്ഫൈ ചെയ്താൽ മതി. ഇത് സൂപ്പർ ഈഗോ പറയും പറ്റില്ല, റൈറ്റ് ശരി ഏതാ തെറ്റേതാ നോക്കി സാറ്റിസ്ഫൈ ചെയ്യാം. സോ അപ്പോൾ അത് തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് ഫ്രൂയിഡ് പറയുന്നത്. പക്ഷെ മുറേ പറയുന്നത് ഒപ്പോസ് ദ ഫ്രൂയിഡ് ദിസ് കൺസെപ്റ്റ് ആൻഡ് സെഡ് ദാറ്റ് സൂപ്പർ ഈഗോ ഈസ് നോട്ട് ഇൻ കോൺസ്റ്റൻറ്റ് കോൺഫ്ലിക്റ്റ് വിത്ത് ഇത് ബിക്കോസ് ദ ഇത് കണ്ടെയ്ൻസ് ബാഡ് ആൻഡ് ഗുഡ് ഇമ്പൾസസ്. സോ മുറേ പറയുന്നത് ഈ സൂപ്പർ ഈഗോ എപ്പോഴും എന്താണ് കോൺഫ്ലിക്റ്റിലല്ല ഇതുമായിട്ട്, ഇതിൽ ഗുഡും ഉണ്ട് ബാഡും ഉണ്ട് എന്നാണ് മുറേ പറയുന്നത്. സോ ഇനി ഫ്രൂയിഡ് പറയുന്നത് ഈഗോയ്ക്ക് കോൺട്രറി ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് സൂപ്പർ ഈഗോ ഫങ്ഷൻ ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ അതിപ്പം കറക്റ്റ് നടന്നില്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യും, ആ സൂപ്പർ ഈഗോ സ്റ്റേറ്റിൽ വരുമ്പോഴത്തേക്ക് ഇൻഫീരിയോറിറ്റി ഫീൽ ചെയ്യുമെന്നാണ് പറയുന്നത്. പക്ഷേ മുറേ ബിലീവ് ചെയ്യുന്നത് എന്താണ്, സൂപ്പർ ഈഗോ പ്രിവെൻറ്റ് ഒക്കുറൻസ് ഓഫ് സോഷ്യലി അൺഅക്സെപ്റ്റബിൾ ഇമ്പൾസസ്. സൂപ്പർ ഈഗോ എന്ത് ചെയ്യുന്നുണ്ട്, സോഷ്യലി അപ്രൂവ്ഡ് അല്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ഇമ്പൾസിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്നത് സൂപ്പർ ഈഗോ ആണ്. അത് എന്നിട്ട് എക്സ്പ്രസ്സസ് അക്സെപ്റ്റബിൾ നീഡ്സ് അപ്രോപ്രിയറ്റ്ലി. സോ ഇനി സോഷ്യലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണോ അതിനെ നല്ല രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ അതിനെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടെന്നാണ് മുറേ പറയുന്നത്. ഇനി അടുത്ത ഈഗോ ഐഡിയലാണ്. വൈൽ ദ സൂപ്പർ ഈഗോ ഈസ് ഡെവലപ്പിംഗ്, സോ ദ ഈഗോ ഐഡിയൽ. So ego is the rational governor of personality.
He opposes Freud's contention that ego is the slave of id, superego, and the reality. Ego organizes our behavior coming from the id impulse, whether good or bad. So ഈഗോ എന്ന് പറയുന്നത് ഒരു റാഷണൽ ഗവർണർ, പേഴ്സണാലിറ്റിയുടെ റാഷണൽ റൈറ്റ് ആൻഡ് റോങ് ഏതാണെന്ന് തിരിച്ചറിയിക്കുന്ന അല്ലെങ്കിൽ റിയാലിറ്റിയെക്കുറിച്ച് തിരിച്ചറിയിക്കുന്ന ഒരു ഘടകമാണ് ഈഗോ എന്ന് പറയുന്നത്. ഇത് ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ ഒപ്പോസ് ചെയ്യുന്നുണ്ട്. ഈഗോ എന്ന് പറയുന്നത് ഒരു ഇതിൻ്റെ അല്ലെങ്കിൽ സൂപ്പർ ഈഗോയുടെ സ്ലേവ് അല്ല, അല്ലെങ്കിൽ റിയാലിറ്റിയുടെ സ്ലേവ് അല്ല എന്നാണ് പറയുന്നത്. ഈഗോ ആണ് നമ്മുടെ ബിഹേവിയറിന് ഇത് ഇംപൾസിൽ നിന്ന് വരുന്ന ഗുഡ് ഓർ ബാഡിനെ തിരിച്ചറിഞ്ഞ് നമ്മൾ ഓർഗനൈസ് ചെയ്യുന്ന ബിഹേവിയറാണ് ഈഗോ എന്നാണ് പറയുന്നത്. ഈഗോ ഇറ്റ് ഈസ് കോൾഡ് ദ ആർബിറ്റർ ഓഫ് ദ ടു കണ്ടൻറ്റേഴ്സ് ഇഡ് ആൻഡ് സൂപ്പർ ഈഗോ. ഇറ്റ് മേ ഫേവർ വൺ ഓവർ ദ അനദർ. സോ ഈഗോ എന്ന് പറയുന്നത് ഇതിൻ്റെയും സൂപ്പർ ഈഗോയുടെ ഒരു മധ്യസ്ഥനായിട്ടാണ് ഈഗോയെ കാണപ്പെടുന്നത്. ഇത് രണ്ടുണ്ട്, ഇതും സൂപ്പർ ഈഗോ എന്താണ്, രണ്ട് മത്സരാർത്ഥികളാണ്. ഇത് ഒന്നിനെ ഫേവർ ചെയ്യുന്നു. സോ ഉദാഹരണം, ഈഗോ സപ്പോർട്ട് ഇതിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഈ സപ്പോർട്ട് എന്തിലോട്ട് നയിക്കുന്നുണ്ട്, ലൈഫ് ഓഫ് എ ക്രൈം ചെയ്യുന്ന അല്ലെങ്കിൽ ക്രിമിനൽ റെക്കോർഡ്സിലോട്ട് അല്ലെങ്കിൽ ക്രിമിനൽ രീതിയിലോട്ട് പോകും. അതാണ് ഈഗോ സപ്പോർട്ട് ഇതാണെങ്കിൽ. ഇനി ഈഗോ സംടൈം ഈഗോ മേ ഫേവർ ബോത്ത് ദ ഇദ് ആൻഡ് ദ സൂപ്പർ ഈഗോ. രണ്ടും സപ്പോർട്ട് ചെയ്താൽ ഇതും സൂപ്പർ ഈഗോയെയും ഈഗോ സപ്പോർട്ട് ചെയ്താൽ അതെന്താകും, ദിസ് തിങ് ലീഡ് ടു ദ ഹാർമണി ബിറ്റ്വീൻ എ പേഴ്സൺ വാണ്ട് ടു ഡു ആൻഡ് വാട്ട് ദ സൊസൈറ്റി എക്സ്പെക്ട് ഫ്രം പേഴ്സൺ. സോ ഇത് രണ്ടും കൂടെ സാറ്റിസ്ഫൈ ചെയ്ത ഒരു നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ നല്ലൊരു ഹാർമണി, ഒരു വ്യക്തി എന്താവണം, അവനിഷ്ടമുള്ളത് ചെയ്തുകൊണ്ട് സൊസൈറ്റിയിൽ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് നല്ലൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള പേഴ്സണായിട്ട് മാറാൻ സാധിക്കും. In Murray's system, conflict can arise between id and super ego. Murray സിസ്റ്റത്തിൽ കോൺഫ്ലിക്റ്റ് അറൈസ് ചെയ്യുന്നത് ഇതും സൂപ്പർ ഈഗോയും തമ്മിലാണ്. എ സ്ട്രോങ് ഈഗോ ക്യാൻ മീഡിയേറ്റ് എഫക്റ്റീവ്ലി ബിറ്റ്വീൻ ദ ടു. സോ ഒരു സ്ട്രോങ് ഈഗോ ആണെങ്കിൽ അത് രണ്ടിനിടയിലും സംഭവിക്കാം. ബട്ട് വീക്ക് ഈഗോ ആണെങ്കിൽ ദ പേഴ്സണാലിറ്റി ലീവ് എ ബാറ്റിൽ. രണ്ടും വീക്കാണെങ്കിൽ ആ പേഴ്സണാലിറ്റി എന്താണ്, ഒരു യുദ്ധഭൂമിയിൽ ഉപേക്ഷിച്ച പോലെ ആയിട്ട് മാറും. സോ ഇത്രയേ ഉള്ളൂ സൈക്കോ അനലിറ്റിക് തിയറീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇനി നമുക്ക് തിയറി ഓഫ് ഒബ്ജക്റ്റ് റിലേഷൻസിൽ വരുന്ന തിയറീസാണ്. സോ അത് മാർഗരറ്റ് മാൽഡറിൻ്റെ തിയറിയാണ്. സോ ഫോർമുലേറ്റഡ് എ തിയറി ദാറ്റ് ഡിസ്ക്രൈബ് ദ സെപ്പറേഷൻ ഇൻഡിവിജ്വലൈസേഷൻ പ്രോസസ് ഓഫ് ദ ഇൻഫൻറ്റ് ഫ്രം ദ മെറ്റേണൽ ഫിഗർ പ്രൈമറി കെയർ ഗീവർ. സോ ഇതൊരു അഫെക്ഷൻ അല്ലെങ്കിൽ അഫെക്ഷൻ ഒബ്ജക്റ്റ് റിലേഷൻ തിയറിയാണ്. സോ ഇവിടെ പറയുന്നത് ഒരു കുഞ്ഞ് ജനിക്കുന്ന അവിടെ തൊട്ട് ആ മെറ്റേണൽ ഫിഗറിൽ നിന്ന് കുട്ടി ആ കെയർ ഗിവറിൽ നിന്ന് ആ സെപ്പറേഷൻ നേടുന്ന ഒരു കാലഘട്ടം വരെ ഉള്ളതിനെയാണ് ഈ ഒരു തിയറിയിലൂടെ, ഒബ്ജക്റ്റ് റിലേഷൻ തിയറിയിലൂടെ പറയുന്നത്. സോ ഇത് മാർഗരറ്റ് താച്ചറിൻ്റെ ഒരു ബയോഗ്രഫിയാണ്. സോ ബോൺ ഓൺ May 10, 1997 into a Jewish family in Skopje, Hungary, had troubled a relationship with her mother, studied medicine from University of Munich, influenced and Sander Ferencz and ഹംഗേറിയൻ സൈക്കോ അനലിസ്റ്റ് ആണ്. സോ ഇതവരെക്കുറിച്ചുള്ള ജസ്റ്റ് ഒരു ഇതാണ്. ഇനി സെപ്പറേഷൻ ഓർ ഇൻഡിവിജ്വേഷൻ തിയറി എന്നാണ് ഇദ്ദേഹത്തിൻ്റെ തിയറി പറയുന്നത്. മാർഗരറ്റ് മാൽഡറിൻ്റെ തിയറിയെക്കുറിച്ച് പറയുന്നത് ഇതിൽ മെയിനായിട്ടും 3 ഫേസസ് ആണ് പറയുന്നത്. നോർമൽ ഓട്ടിസ്റ്റിക് ഫേസ്, നോർമൽ സിംബയോട്ടിക് ഫേസ്, സെപ്പറേഷൻ ഇൻഡിവിജ്വേഷൻ ഫേസ്. സോ അതിൽ തന്നെ ഹാച്ചിങ്, പ്രാക്ടീസിങ്, റീ അപ്രോച്ച്മെൻ്റ് ഉണ്ട്. സോ അതുപോലെ ഫേസ് ഓഫ് ഒബ്ജക്റ്റ് കോൺസ്റ്റൻസി. ഇത്രയുമാണ് ഈ ഒരു തിയറിയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഷീ ഡിസ്ക്രൈബ് ദിസ് പ്രോസസ് ആസ് പ്രോഗ്രസിങ് ത്രൂ three major phases, and she further delineate phases 3, the separation individualization phase, into 4 സബ് ഫേസസ്. സോ ആദ്യത്തെ ഫേസിനെയാണ് ഓട്ടിസ്റ്റിക് ഫേസ് എന്ന് പറയുന്നത്. അതായത് ജനിച്ച് 1 മാസം വരെയുള്ള ഫേസിന് ഓട്ടിസ്റ്റിക് ഫേസ് എന്നാണ് പറയുന്നത്. ഓൾസോ കോൾഡ് നോർമൽ ഓട്ടിസം. സോ ഇതിനെ നോർമൽ ഓട്ടിസം എന്നാണ് ഈ ഒരു പീരീഡിന് അറിയപ്പെടുന്നത്. ദ ഇൻഫൻറ്റ് എക്സിസ്റ്റ് ഇൻ എ ഹാഫ് വേക്കിംഗ് സ്റ്റേറ്റ് ആൻഡ് ഡസ് നോട്ട് പെർസീവ് ദ എക്സിസ്റ്റൻസ് ഓഫ് അതർ പീപ്പിൾ ഓർ ആൻ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്. സോ ഈ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ 1 മാസം വരെ എന്ന് പറയുന്നത് കുട്ടി എന്ന് പറയുന്നത് ഹാഫ് വേക്കിംഗ് സ്റ്റേറ്റ്, പകുതി ഉണർന്നിരിക്കുന്ന ഒരു സ്റ്റേറ്റിലായിരിക്കും ഈ കുട്ടി. ഇതിൽ ഈ 1 മാസം കൊണ്ട് അവിടെ എന്താണ്, ഈ നമ്മുടെ ചുറ്റുപാടുമുള്ള എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ ചുറ്റുപാടുമുള്ള ആൾക്കാരെ ഒന്നും പെർസീവ് ചെയ്യത്തില്ല. സെൻസേഷൻസ് നടക്കും, പക്ഷേ കാര്യങ്ങളൊന്നും എന്ത് ചെയ്യാറില്ല, പെർസെപ്ഷൻ നടക്കാറില്ല. ദ ഫുൾഫിൽമെൻറ്റ് ഓഫ് ദ ബേസിക് നീഡ്സ് ഫോർ സർവൈവൽ ആൻഡ് കംഫർട്ട് ഇസ് ദ ഫോക്കസ് ആൻഡ് ഇസ് മിയർലി അക്സെപ്റ്റഡ് ആസ് ഇറ്റ് ഒക്കർ. സോ ആ ഒരു സമയത്ത് കുട്ടിക്ക് പെർസെപ്ഷൻ ഒന്നുമില്ല, ചുറ്റുപാട് എന്ത് കിടന്നാലും ഒന്നുമില്ല, അവിടെ സെൽഫ് ഫുൾഫിൽമെൻറ്റ് മാത്രമേ ഉള്ളൂ. അവൻ്റെ ബേസിക് നീഡ്സുകൾ മാത്രം നടന്നു
നടന്നാൽ മതി. സർവൈവലിന് അല്ലെങ്കിൽ കംഫർട്ടിന് ആവശ്യമായിട്ടുള്ള ബേസിക് നീഡ്സ് മാത്രം ഫോക്കസ് ചെയ്യുന്നതായിരിക്കും. ചുറ്റുപാടുമുള്ള കാര്യത്തിനെക്കുറിച്ചോ എൻവയോൺമെൻറ്റിനെ കുറിച്ചോ ഒന്നും ഒരു ബോധവുമില്ലാത്തൊരു കാലമാണ് ഓട്ടിസ്റ്റിക് ഫേസ് എന്ന് പറയുന്നത്. ഈ ഫേസ് 2 ആകുമ്പോഴത്തേക്ക് സിംബയോട്ടിക് ഫേസ് ആണ്. 1 month to 5 month ആണ് സിംബയോട്ടിക് ഫേസ് എന്ന് പറയുന്നത്. സിംബയോസിസ് ഇസ് എ ടൈപ്പ് ഓഫ് സൈക്കിക് ഫ്യൂഷൻ ആണ്. സൈക്കിക് ഫ്യൂഷൻ ഓഫ് മദർ ആൻഡ് ചൈൽഡ്. സോ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ആ ഒരു സൈക്കോളജിക്കൽ ഫ്യൂഷൻ ടൈമാണ്. അവർ തമ്മിലുള്ള ഒരു ബോണ്ട് ഡെവലപ്പ് ചെയ്യുന്ന സമയമാണ് 1 മാസം to 5 മാസം വരെ എന്ന് പറയുന്നത്. സോ സൈക്കിക് ഫ്യൂഷൻ ആണ് ആരൊക്കെ തമ്മിലുള്ള അമ്മയും കുഞ്ഞും തമ്മിലുള്ള. The child view the self as an extension of the mother, but with a developing awareness that it is she who fulfills the child every need. So ഇവിടെ കുട്ടി വ്യൂ ചെയ്യുന്നത് സ്വന്തമായിട്ട് വ്യൂ ചെയ്യുന്നത് എങ്ങനെയാണ്? അവൻ്റെ എക്സ്റ്റൻഷനാണ്, അവൻ്റെ ഒരു ഭാഗമാണ് അവൻ്റെ അമ്മയും എന്നാണ് ഈ ഒരു 5 മാസ കാലഘട്ടങ്ങളിൽ അവൻ്റെ അമ്മയെ വ്യൂ ചെയ്യുന്നത്. പക്ഷേ അവയർനെസ് കൂടുന്നതിനനുസരിച്ച് കുട്ടി എന്ത് ചെയ്യും? പിന്നീട് മനസ്സിലാക്കുക അവൻ്റെ നീഡ്സുകൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അമ്മ എന്നുള്ള കാര്യം അവൻ ഡെവലപ്പ് ചെയ്യും. സോ ആദ്യ കാലഘട്ടങ്ങളിൽ ആദ്യത്തെ 1 മാസത്തിലൊക്കെ അവൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് അല്ലെങ്കിൽ അവൻ്റെ ഒരു ഭാഗമാണ് അമ്മ എന്ന് അവൻ കരുതുന്നു. കുറച്ചുകൂടി അവയർനെസ് വരുന്ന സമയത്ത് മനസ്സിലാകും അവൻ കരഞ്ഞാൽ അവന് പാല് നൽകും, അവന് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും. അപ്പോൾ അവൻ്റെ നീഡ്സുകളെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കും. Mahler suggested that absence or rejection by the maternal figure at this phase can lead to symbiotic psychosis. So ഈ സമയത്ത് കുട്ടികളെ നെഗ്ലക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അവരെ റിജക്റ്റ് ചെയ്യുന്നത് ഉണ്ടാകുന്നെങ്കിൽ അത് സിംബയോട്ടിക് സൈക്കോസിസ് എന്ന് പറയുന്നൊരു സ്റ്റേറ്റിലോട്ട് പോകും. തേർഡ് ഫേസ് ആണ് സെപ്പറേഷൻ. സോ ഇൻഡിവിജ്വലൈസേഷൻ ഫേസ് എന്ന് പറയും. 5 month to 36 month ആണ് ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത്. ദിസ് third phase represent what Mahler called the psychological birth of the child. So psychological birth of the child എന്ന് പറയുന്നത് മഹലറിൻ്റെ ഫേസസിൽ അനുസരിച്ച് തേർഡ് ഫേസിനെയാണ് സൈക്കോളജിക്കൽ ബർത്ത് ഓഫ് ദ ചൈൽഡ് എന്ന് പറയുന്നത്. സൈക്കോളജിക്കലി ഒരു കുഞ്ഞായിട്ട് അവൻ മാറുന്നത് 5 മാസം തൊട്ടാണ്. സെപ്പറേഷൻ ഇസ് ഡിഫൈൻഡ് ആസ് എ ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ അറ്റൈൻമെൻറ്റ് ഓഫ് സെൻസ് ഓഫ് പേഴ്സണൽ ഡിസ്റ്റിങ്ഷൻ ഫ്രം ദ മദറിങ് ഫിഗർ. സോ ഇവിടെ സെപ്പറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫിസിക്കലി അല്ലെങ്കിൽ സൈക്കോളജിക്കലി അമ്മയിൽ നിന്ന് ആ കുട്ടിക്ക് ഉണ്ടാകുന്ന ഒരു ഡിസ്റ്റിങ്ഷൻ, പേഴ്സണൽ ഡിസ്റ്റിങ്ഷൻ ആണ് സോ ഇവിടെ പറയുന്നത്. സോ അതിനെ നമ്മൾ സെപ്പറേഷൻ എന്ന് പറയും. ഇൻഡിവിജ്വലൈസേഷൻ ഒക്കേഴ്സ് വിത്ത് എ സ്ട്രെങ്തനിങ് ഓഫ് ദ ഈഗോ ആൻഡ് അക്സെപ്റ്റൻസ് ഓഫ് എ സെൻസ് ഓഫ് സെൽഫ് വിത്ത് ഇൻഡിപെൻഡൻറ്റ് ഈഗോ ബൗണ്ടറീസ്. സോ ഇനി ഈ ഫേസിൽ തന്നെ സബ് ഫേസസ് ആയിട്ട് വരുന്നതാണ് ഡിഫറൻസിയേഷൻ, പ്രാക്ടീസിങ്, റീ അപ്രോച്ച്മെൻറ്റ് ആൻഡ് ലാസ്റ്റ് ഫേസ് ഇസ് കൺസോളിഡേഷൻ. സോ ഇത് സെപ്പറേഷൻ ഫേസിൽ സബ് ഫേസ് 1 ആണ്. ഡിഫറൻസിയേഷൻ 5 to 10 month വരുന്നതാണ്. ദ ഡിഫറൻസിയേഷൻ ഫേസ് ബിഗിൻ വിത്ത് ദ ചൈൽഡ് ഇനിഷ്യൽ ഫിസിക്കൽ മൂവ്മെൻറ്റ് എവേ ഫ്രം ദ മദറിങ് ഫിഗർ. സോ ഇത് അമ്മയിൽ നിന്ന് ആദ്യത്തെ കുട്ടിയുടെ ഫിസിക്കൽ മൂവ്മെൻ്റ് ആണല്ലേ, മദറിങ് ഫിഗറിൽ നിന്ന് അവൻ്റെ ഫിസിക്കലി ഉള്ള മൂവ്മെൻ്റ് ആണ് 5 to 10 മാസം വരെ. പ്രൈമറി റെക്കഗ്നിഷൻ ഓഫ് സെപ്പറേറ്റ്നെസ് കമൻസസ്. സോ ആദ്യത്തെ റെക്കഗ്നേഷൻ ഒരു അമ്മയിൽ നിന്ന് സെപ്പറേറ്റഡ് ആകണം അല്ലെങ്കിൽ നടക്കാനൊക്കെ തുടങ്ങുന്ന ആ ഒരു ഫേസ്. സോ ഇതാണ് ഡിഫറൻസിയേഷൻ ഫേസ്. Second is practicing. With the advanced locomotor functioning, the child experience feeling of acceleration from increased independence. So 10 to 16 മാസം ആകുമ്പോഴത്തേക്ക് അവിടെ ലോക്കോമോട്ടർ ഫങ്ഷനിങ് എന്താവും, വെൽ അഡ്വാൻസ്ഡ് ആയിട്ട് മാറും. സോ അവിടെ നിന്ന് അവൻ എക്സ്പീരിയൻസ് ചെയ്യും ഇൻഡിപെൻഡൻസ്, സ്വന്തമായിട്ട് നിൽക്കണം അല്ലെങ്കിൽ നടക്കണം എന്നുള്ളൊരു കാര്യം അവിടെ പഠിച്ചെടുക്കുന്നത്. അത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുന്ന സ്റ്റേജാണ് സബ് ഫേസിലെ പ്രാക്ടീസിങ് സ്റ്റേജ്. ഹി ഓർ ഷീ ഈസ് നൗ ഏബിൾ ടു മൂവ് അവേ ഫ്രം ആൻഡ് റിട്ടേൺ ടു മദറിങ് ഫിഗർ. സോ ഇവിടെ ഇവൻ എന്ത് ചെയ്യാൻ തുടങ്ങും, അമ്മയിൽ നിന്ന് നടന്ന് ദൂരെ പോകാനും തിരിച്ച് അങ്ങോട്ട് വരാനുമുള്ളൊക്കെ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യും. എ സെൻസ് ഓഫ് ഒംനിപൊട്ടൻസ് ഇസ് മാനിഫെസ്റ്റഡ്. സോ ഒംനിപൊട്ടൻസ് എന്ന് പറയുമ്പോൾ സ്വയം പര്യാപ്തമായിട്ട് അവനെല്ലാം ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യമെല്ലാം പ്രകടമാകുന്ന ഒരു സ്റ്റേജാണ് ഈ പ്രാക്ടീസിങ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി റീ അപ്രോച്ച്മെൻ്റ് ആണ് ദ തേർഡ് സബ് ഫേസ്. റീഅപ്രോച്ച്മെൻറ്റ് ഇസ് എക്സ്ട്രീംലി ക്രിട്ടിക്കൽ ടു ദ ചൈൽഡ് ഹെൽത്തി ഈഗോ ഡെവലപ്മെൻറ്റ്. സോ 16 to 24 മാസം വരെയാണ് ഈ ഒരു സ്റ്റേജ്. ഡ്യൂറിങ് ദിസ് ടൈം ദ ചൈൽഡ് ബിക്കം ഇൻക്രീസിംഗ്ലി അവെയർ ഓഫ് ഹിസ് ഓർ ഹെർ സെപ്പറേറ്റ്നെസ് ഫ്രം മദറിങ് ഫിഗർ വൈൽ ദ സെൻസ് ഓഫ് ഫിയർലെസ്നെസ് ആൻഡ് ഒംനിപൊട്ടൻസ് ഡിമിനിഷസ്. സോ ഈ ഒരു സമയത്താകുമ്പോഴത്തേക്ക് കുട്ടിക്ക്
കുറച്ചുകൂടെ അവെയർ ആയിരിക്കും അവൻ്റെ സെപ്പറേറ്റ് അമ്മയുമായിട്ട്. സോ ഇവിടെ അവന് പേടി തുടങ്ങും, അമ്മ ഇല്ലാതെ വരുമ്പോഴത്തേക്ക് പേടി വരുന്നൊരു കാലഘട്ടം തുടങ്ങും. അതുപോലെ ഒംനിപൊട്ടൻസ്, ഒറ്റയ്ക്ക് സ്വയം പര്യാപ്തനാകാമെന്നുള്ള കാര്യമൊക്കെ ഡിവിനിഷായി തുടങ്ങും, അമ്മ വേണം എന്നുള്ളൊരു കൺസെപ്റ്റിലോട്ട് വരും. ദ ചൈൽഡ് നൗ റെക്കഗ്നൈസിങ് ദ മദർ എസ് സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ വിഷസ് ടു റീ എസ്റ്റാബ്ലിഷ് ക്ലോസ്നെസ് വിത്ത് ഹെർ ബട്ട് ഷൺസ് ദ ടോട്ടൽ റീ എൻഗൾഫ്മെൻറ്റ് ബൈ ദ സിംബയോട്ടിക് സ്റ്റേജ്. സോ ഇവിടെ കുട്ടി തിരിച്ചറിയും അമ്മയെന്ന് പറയുന്നൊരു പ്രത്യേക ഒരു ആളാണ്, പക്ഷേ ഏറ്റവും അവനായിട്ടും അടുപ്പമുള്ളൊരു വ്യക്തിയാണ് എന്നുള്ള രീതിയിൽ വന്ന് ഒരു ആദ്യത്തെ സിംബയോട്ടിക് സ്റ്റേജ് ഉണ്ടല്ലോ, ആദ്യത്തെ 1 മാസം തൊട്ട് 5 മാസം വരെ ഉണ്ടാകുന്ന ഒരു സൈക്കിക് ഫ്യൂഷൻ. സോ അതേ ഒരു ഫ്യൂഷൻ ഈ ഒരു സ്റ്റേജിൽ അവന് തുടങ്ങും. ദ നീഡ് ഫോർ ദ മദറിങ് ഫിഗർ ടു ബി അവൈലബിൾ ടു പ്രൊവൈഡ് ഇമോഷണൽ റീഫ്യൂലിംഗ് ഓൺ ഡിമാൻഡ്. സോ അമ്മ എന്ന് പറയുന്ന അമ്മ അവിടെ എന്ത് ചെയ്യും, ഇമോഷണൽ റീഫ്യൂലിംഗ്, അവന് ആവശ്യമുള്ള സമയത്ത് അവന് ഉണർവ് നൽകുന്ന രീതിയിൽ അവനെ പരിപോഷിപ്പിക്കുന്ന ഒരു ആളായിട്ട് മാറും. Critical to this subphase is mothering figure response to the child. If mothering figure is available to fulfill emotional needs as they arise, the child develops a sense of security in the knowledge that he or she is loved and will not be abandoned. So ഈ ഒരു സ്റ്റേജിലാണ് അമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള റെസ്പോൺസിനെ കുറിച്ച് അവൻ തിരിച്ചറിയാൻ തുടങ്ങുന്നത്. അവിടെ അവൻ്റെ ഇമോഷണൽ നീഡ്സ് എല്ലാം ഫുൾഫില്ല് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ അവൻ അവിടെ ഒരു സെൻസ് ഓഫ് സെക്യൂരിറ്റി ഫോം ചെയ്യും. അമ്മ എന്ന് പറയുമ്പം അമ്മ എന്നെ സ്നേഹിക്കുന്നുണ്ട്, അമ്മ എന്നെ കൈ ഒഴിയത്തില്ല എന്നുള്ളൊരു ബോധം അവനിൽ ഡെവലപ്പ് ചെയ്യും. ഇഫ് ഇമോഷണൽ നീഡ്സ് ആർ ഇൻകൺസിസ്റ്റൻ്റ്ലി മെറ്റ് ഓർ ഇഫ് ദ മദർ റിവാർഡ്സ് ക്ലിംഗിങ് ഡിപ്പെൻഡൻറ്റ് ബിഹേവിയേഴ്സ് ആൻഡ് വിത്ത് ഹോൾഡ് നർച്ചറിങ് വെൻ ദ ചൈൽഡ് ഡെമോൺസ്ട്രേറ്റ് ഇൻഡിപെൻഡൻസ്, ഫീലിംഗ് ഓഫ് റേജ് ആൻഡ് എ ഫിയർ ഓഫ് അബൻഡ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് ഓഫൺ പെർസിസ്റ്റ് ഇൻ ടു അഡൾട്ട്ഹുഡ്. സോ ഈ ഒരു സമയത്ത് അവൻ്റെ ഇമോഷണൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്തില്ല, ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യും, ഡിപ്പെൻഡൻറ്റ് ബിഹേവിയർ തുടങ്ങും. അതുപോലെ നർച്ചറിങ് ഒന്നും കിട്ടാതെ അഡൾട്ട്ഹുഡ് ആകുമ്പോഴത്തെ ഇൻഡിപെൻഡൻസ് ആകും, അവനിൽ പേടിയും അതുപോലെയുള്ള അവന് ആരെങ്കിലും വിട്ടു പോകുമോ എന്നുള്ള ഭയമൊക്കെ അവനിൽ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. So last subphase ആണ് consolidation. With the achievement of the consolidation subphase, a definite individuality and a sense of separateness of self are established. So consolidation subphaseൽ ഇവിടെ ഒരു ഓരോ ഡെഫിനിറ്റ് ഇൻഡിവിജ്വാലിറ്റി അതുപോലെ സെപ്പറേറ്റ് രണ്ടുപേരും സെപ്പറേറ്റ് ആകേണ്ട ഒരു കാര്യത്തിനെക്കുറിച്ചുള്ള കാര്യം എസ്റ്റാബ്ലിഷ് ചെയ്യും. ഇനി ഒബ്ജക്റ്റ് ആർ റെപ്രസെൻറ്റഡ് അറ്റ് ഹോൾ വിത്ത് ദ ചൈൽഡ് ഹാവ് ദ എബിലിറ്റി ടു ഇൻ്റഗ്രേറ്റ് ബോത്ത് ഗുഡ് ആൻഡ് ബാഡ്. സോ കുട്ടികളുടെ ഫ്രണ്ടിൽ അവിടെ എന്ത് കാര്യമാണെങ്കിലും അതിനെ ഹോളായിട്ട് പ്രസൻറ്റ് ചെയ്യുക, അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള തിരിച്ചറിവ് കുട്ടികളിലുണ്ടാകും. എ ഡിഗ്രി ഓഫ് ഒബ്ജക്റ്റ് കൺസിസ്റ്റൻസി ഈസ് എസ്റ്റാബ്ലിഷ് ആസ് ദ ചൈൽഡ് ഈസ് ഏബിൾ ടു ഇൻ്റർനലൈസ് എ സസ്റ്റൈൻഡ് ഇമേജ് ഓഫ് ദ മദറിങ് ഫിഗർ ആസ് എൻഡ്യൂറിങ് ആൻഡ് ലവിങ്. സോ അവിടെ കുട്ടികളിൽ ഒരു ഒബ്ജക്റ്റ് കൺസിസ്റ്റൻസി ഉണ്ടാകും അല്ലേ, അമ്മ എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻറ്റേർണൽ ഒരു ഫിഗർ ഉണ്ടാകും, എൻഡ്യൂറിങ് ആയിട്ടുള്ള ലവിങ് ആയിട്ടുള്ളതാണോ എങ്ങനെയാണോ അവർ പെർസീവ് ചെയ്യുന്ന ആ രീതിയിലുള്ളൊരു മെൻ്റൽ ഇമേജ് അവരിൽ ഫോം ചെയ്യും. സോ ഇതാണ് ഒരു കൺസോളിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. സോ ഇതാണ് ടോട്ടൽ ആ ഒരു സ്റ്റേജസിനെ കുറിച്ച് പറയുന്നത്. തിയറി ഓഫ് ഒബ്ജക്റ്റ് റിലേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബർത്ത്, നോർമൽ ഓട്ടിസം, ഫുൾഫിൽമെൻറ്റ് ഓഫ് ബേസിക് നീഡ് ഫോർ സർവൈവൽ ആൻഡ് കംഫർട്ട് ആണ് ഫസ്റ്റ് നോർമൽ ഓട്ടിസം ഫേസ് എന്ന് പറയുന്നത്. 1 to 5 ആകുമ്പോൾ സിംബയോസിസ് ആണ്, ഡെവലപ്മെൻറ്റ് ഓഫ് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് നീഡ് ഫുൾഫിൽമെൻറ്റ്. സെപ്പറേഷൻ ഇൻഡിവിജ്വലൈസേഷനിൽ വരുന്നതാണ് ഡിഫറൻസിയേഷൻ, പ്രാക്ടീസിങ്, റീഅപ്രോച്ച്മെൻറ്റ്, കൺസോളിഡേഷൻസ്.